സദ്ഗുരുവേ ശരണം. ഇത് ശ്രദ്ധിച്ച എല്ലാവരും, മയിൽപീലിയും ക്രിസ്മസ് ട്രീയും ബുദ്ധനും യേശുക്രിസ്തുവും പിന്നെ പർണശാലയും എല്ലാം ഉണ്ട്. അപ്പം ഇവിടെ വന്ന് ഇരുന്നപ്പോഴാണ് ഞാൻ ആലോചിച്ചത്, ഇതെന്താ ഇത് നല്ലൊരു കോമ്പിനേഷൻ ആണല്ലോ എന്ന്. മയിൽപീലിയും ക്രിസ്മസ് ട്രീയും എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് ഞാനിങ്ങനെ പെട്ടെന്ന് ചിന്തിച്ചപ്പോഴാണ് ഞാൻ ഒരു ബുക്ക് വായിച്ചായിരുന്നു. ഞാൻ അത് കാണിച്ചു തരാം. ഇപ്പം എൻ്റെ കയ്യിൽ അതില്ല, ഞാൻ പിന്നീട് ഒരു വീഡിയോയിൽ കാണിക്കാം. അത് സ്വാമി വിവേകാനന്ദന്റെ ഒരു ജീവചരിത്രമാണ്. അപ്പൊ അതിനകത്ത് അദ്ദേഹം കാശ്മീരിൽ അദ്ദേഹം ഇങ്ങനെ പോകുമ്പോൾ അദ്ദേഹത്തിന് ഇങ്ങനെ നടന്നു പോവായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് അവിടെ വെച്ചുണ്ടായ ഒരു ദർശനം, അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പൊ ഞാൻ സത്യം പറഞ്ഞാൽ അത് വായിച്ച് അന്തം വിട്ടുപോയി കേട്ടോ. അതെ, ആ ബുക്ക് ഞാൻ കാണിച്ചു തരാം. അപ്പൊ അതിനകത്ത് അദ്ദേഹം പറയുന്നത് എന്താ അറിയോ, ശ്രീകൃഷ്ണൻ തന്നെയാണ് ജീസസ് ആയിട്ടും ഒക്കെ ജനിച്ചത്. ഇത് മൂന്നും ഒരേ സോൾസ് ആണെന്ന്. ഇത് കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഒരു സന്തോഷവും ഒക്കെ തോന്നി. പിന്നെ അത് ശരിയാണെങ്കിൽ നമ്മളൊക്കെ എന്തിനാ ഈ തമ്മിൽ അടികൂടുന്നത് അല്ലേ? ഇതൊന്ന് അറിഞ്ഞാൽ എനിക്ക് തോന്നുന്നു, ഇത് സത്യമാണെങ്കിൽ നമ്മളെല്ലാവരും ഈ ലോകത്ത് ഈ മതത്തിന്റെ പേരിലുള്ള അടിയൊക്കെ എന്തിനാണ് ശരിക്കും പറഞ്ഞാൽ അല്ലേ? അതൊരു ഭയങ്കര ഒരു ഇതായിപ്പോയി അദ്ദേഹം അത് പറഞ്ഞത്. അപ്പോ എന്തായാലും എനിക്ക് അറിയത്തില്ല ശരിയാണോ എന്ന്, നമുക്ക് ഗുരുവിനോട് ചോദിക്കണം. അതിന്റെ ബാക്കി കാര്യങ്ങളൊന്നും എനിക്ക് അറിയില്ല. പക്ഷെ എന്തായാലും സ്വാമി വിവേകാനന്ദൻ ഇങ്ങനെ ഒരു ദർശനം അദ്ദേഹത്തിന് ഉണ്ടായതായിട്ട് എഴുതിയിട്ടുണ്ട് കേട്ടോ. ഇത് എത്ര വർഷം പഴക്കമുള്ള ഒരു സ്റ്റാച്യു ആണെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ, ഊഹിക്കാൻ പറ്റുമോ? 4th സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോൾ എനിക്ക് കിട്ടിയ ഒരു സ്റ്റാച്യു ആണിത്, യേശുവിന്റെ. ഇത് ഞാൻ സെയിന്റ് ജോസഫിലാണ് പഠിച്ചത്. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ പള്ളിയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് ഇതുമായിട്ട് നല്ല ഫെമിലിയർ ആണ്. അവിടെ പള്ളിയിലൊക്കെ കൊണ്ടുപോകുമായിരുന്നു. മാത്രമല്ല, ഗുരു എപ്പോഴും സംസാരിക്കുമ്പോൾ യേശുവിനെയും നബി തിരുമേനിയും ഒക്കെ വളരെ നല്ല രീതിയിലാണ് പറയാറ്. അതുകൊണ്ട് തന്നെ നമുക്ക് ലോകത്തിലെ എല്ലാ ഗുരുക്കന്മാരോടും ഒക്കെ ഭയങ്കര സ്നേഹവും ബഹുമാനവും ഒക്കെ. അതുകൊണ്ട് യേശു എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഭയങ്കര സ്നേഹമാണ്. എനിക്ക് പ്രത്യേകിച്ച് ഭയങ്കര ഇഷ്ടമാണ് യേശു ക്രിസ്തുവിനെ. ഇതെനിക്ക് എങ്ങനെ കിട്ടിയെന്ന് വെച്ചാൽ,